സർവമത സമ്മേളനം ഒരു ലോകഗുരുവിൻ്റെ മനസ്സിൽ ജന്മമെടുത്തൊരു മഹത്തായ ആശയമായിരുന്നു. ഇവിടെ മതത്തെക്കുറിച്ച് മുൻപ് സംസാരിച്ച സ്വാമികൾ പറഞ്ഞു, അതൊരു അനുഭൂതിയാകണം. ശ്രീനാരായണ ഗുരുദേവനെ പോലെ മതത്തെ നിർവചിച്ച മറ്റൊരു ഗുരു ലോകത്തില്ല. അഖിലരും ആൽപസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങു സദാപി ചെയ്തിടുന്നു, ജഗതിയിൽ ഇമ്മതം ഏകം. ഇത്രയും വ്യക്തമായിട്ട് വേറെ ആര് പറഞ്ഞിട്ടുണ്ട് മതത്തെക്കുറിച്ച്? നമ്മളെല്ലാവരും കർമ്മം ചെയ്യുന്നതും പറയുന്നതും എല്ലാം ആൽപസുഖത്തിന് വേണ്ടി അല്ലേ? നമുക്ക് സുഖം കിട്ടുന്ന കാര്യങ്ങൾക്കേ നമുക്ക് താല്പര്യമുള്ളൂ. അഖിലരെന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സമുദായം, ഒരു ജാതി, ഒരു മതമില്ല. ഈ പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളും എന്ന് വെച്ചോളൂ, സകല ചരാചരങ്ങളും ഇവിടെ കർമ്മം ചെയ്യുന്നത് അവനവൻ്റെ ആത്മസുഖത്തിന് വേണ്ടിയാണ്. മതത്തിൻ്റെ അടിസ്ഥാനം ഈ ആത്മസുഖമാണ്. ഈ ആത്മസുഖത്തിന് ഇസ്ലാമിനൊരു സുഖം, ക്രിസ്ത്യാനിക്കൊരു സുഖം, ഹിന്ദുവിനൊരു സുഖം, സിഖ് മതവിശ്വാസിക്കൊരു സുഖം, അങ്ങനെയില്ല. ഈഴവനൊരു സുഖം, ബ്രാഹ്മണനൊരു സുഖം, അങ്ങനെയില്ല. ഉറുമ്പിനൊരു സുഖം അല്ലെങ്കിൽ എറുമ്പിനൊരു സുഖം, ആനയ്ക്കൊരു സുഖം എന്നില്ല. ഒരു പുൽക്കൊടിക്കൊരു സുഖം, ആകാശം മറയ്ക്കുന്ന ഒരു അരയാലിന് മറ്റൊരു സുഖം എന്നില്ല. ഈ പ്രപഞ്ചത്തിലുള്ള, പ്രപഞ്ചം എന്നുദ്ദേശിക്കുന്ന നമ്മുടെ കൊച്ചു ഭൂമി മാത്രമല്ല, ഈ അണ്ഡകടാഹങ്ങളാണ്. ശാസ്ത്രത്തിന് പോലും ഇപ്പോഴും അളക്കാൻ കഴിയാത്ത ഈ അണ്ഡകടാഹം. ഞാൻ വെറുതെ പറയല്ല, നമ്മളത് പത്രത്തിൽ ഇതേ വേറെ ഗ്രഹം കണ്ടെത്തി, വേറെ ഉപഗ്രഹം കണ്ടെത്തി എന്നത് ഇപ്പോഴും വാർത്തകൾ വന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴും ശാസ്ത്രം അളന്നു തീർന്നിട്ടില്ല. ശാസ്ത്രം ഇന്നോളം കണ്ടെത്തിയിട്ടുള്ളത് ഈ പ്രപഞ്ചത്തിൻ്റെ, ഈ അണ്ഡകടാഹത്തിൻ്റെ 4% മാത്രമാണെന്ന്. ആലോചിച്ച് നോക്കി, 4% ബാക്കി 96% ഈ ശാസ്ത്രം തന്നെ വിശേഷിപ്പിക്കുന്നത് ഡാർക്ക് മാറ്റർ എന്നാണ്. ഡാർക്ക് മാറ്റർ എന്ന് പറയുമ്പോൾ ആ വാക്കിൽ തന്നെയുണ്ട് അതിൻ്റെ അർത്ഥം, ഇരുണ്ട ഇത്, നമുക്ക് ആർക്കും പിടികിട്ടാത്തത്. അപ്പോൾ ഈ രീതിയിൽ കിടക്കുന്നതായ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സർവ ചരാചരങ്ങളും ആത്മസുഖത്തിന് വേണ്ടി കർമ്മം ചെയ്യുന്നു എന്നതാണ് ജഗതിയിലേക മതം. ഇത്രയും ഭംഗിയായിട്ട്, ഇത്രയും ആഴത്തിലെ ഈ ലോകത്ത്, ഞാൻ ലോകത്തെ എല്ലാ പുസ്തകങ്ങളും വായിച്ചിട്ടല്ല, എങ്കിലും എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ഒരു മഹാപുരുഷനോ ഒരു ആചാര്യനോ ഒരു ഋഷിയോ മതത്തെ നിർവചിച്ചിട്ടില്ല. അങ്ങനെ നിർവചിക്കാൻ സാധിച്ച മഹാഗുരുവാണ് ശ്രീനാരായണ ഗുരു. 924 അന്ന് ഈ മുറ്റം നിറയെ മരങ്ങളായിരുന്നു, മാവുകളായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഇവിടെ വരുമ്പോൾ ആ മാവിൻ തണലുകളായിരുന്നു ഏറ്റവും വലിയ സന്തോഷവും ആശ്വാസം. ഇവിടെ എത്തുമ്പോൾ വല്ലാത്തൊരു നിർവൃതി, സ്വാമി പറഞ്ഞ നിർവൃതി ഇവിടെ വരുമ്പോൾ അനുഭവിക്കാറുണ്ടായിരുന്നു. ആ മാവിൻ ചുവള്ള ഒരു മാവ് പോലും മുറിക്കാതെയായിരുന്നു അന്ന് സർവമത സമ്മേളനത്തിന് പന്തൽ കെട്ടിയത് എന്നാണ് എൻ്റെ അറിവ്. അങ്ങനെ ആ പന്തലിൻ്റെ മുമ്പിൽ എഴുതി വെച്ച വാചകങ്ങളോട് എല്ലാവരും പറഞ്ഞു, വാദിക്കാനും ജയിക്കാനും എല്ലാം അറിയാനും അറിയിക്കാനുമാണ്. ഗുരുവിൻ്റെ ആ വലിയ മനസ്സിൽ മുട്ടിട്ടൊരു ആശയമായിരുന്നു അത്. പലരും പറയുന്നുണ്ട് മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിലാണ് ഇവിടെ മതങ്ങൾ തമ്മിൽ ബഹളുണ്ടായി, ആശാൻ പോലും ദുരവസ്ഥയിൽ ക്രൂര മുഹമ്മദർ ചിന്തുന്ന ഹൈന്ദവ ചോര എന്നൊക്കെ ആശാൻ പോലും കവിത എഴുതി. ആ ഒരു കാലയളവിൽ 924 ഗുരു ഇവിടെ സർവമത സമ്മേളനം നടത്തുന്നത്. അന്ന് ഗുരുവിൻ്റെ ആശയത്തെ സ്വാഗത പ്രസംഗ രൂപേണ ഭംഗിയായിട്ട് ഇവിടെ ആവിഷ്കരിച്ചത് സത്യവ്രത സ്വാമികളായിരുന്നു. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം അന്ന് ആ സ്വാഗത പ്രസംഗത്തിൽ സ്വാമി എടുത്തു പറഞ്ഞിരുന്നു, മതത്തിൻ്റെ കൂടെ മറ്റൊന്നും ചേർക്കരുത്, പ്രത്യേകിച്ച് രാഷ്ട്രീയം. ഇന്ന് രാഷ്ട്രീയം ചേരാത്ത ഒരു സ്ഥലവും ഇല്ല. പാലിൽ വിഷം ചേരുന്ന പോലെയാണ് സകലതിലും രാഷ്ട്രീയം കലരുന്നത്. ആ രീതിയിൽ ഗ്രൂപ്പുകളായിട്ടും ഭിന്ന രീതിയിൽ നിൽക്കുന്ന ആ ഒരു കാലയളവിൽ ഇത്രയൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും ഗുരു അന്ന് ഇവിടെ വെച്ച് സർവമത സമ്മേളനം നടത്തി. സിലോണിൽ നിന്ന് പോലും ഓരോ മതത്തെക്കുറിച്ച് പറയാനായിട്ട് ആളുകളോട് വന്നിരുന്നു. നമ്മളതിനെക്കുറിച്ചൊക്കെ വായിച്ചിട്ടുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. സർവമത സമ്മേളനത്തിന് 100 വയസ്സ് ആകാൻ പോവുകയാണ്. അപ്പം അതുകൊണ്ട് അതിൻ്റെ ശതാബ്ദി ആഘോഷം നടക്കുക. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, വർഷത്തിലൊരിക്കലൊരു മാർച്ച് മാസത്തിൽ സർവമത സമ്മേളനം നടത്തിയിട്ട് നമുക്ക് സർവമതങ്ങളെയും സ്നേഹിക്കാൻ പറ്റുമോ? ഇനിയിപ്പോൾ നാളെ ഇവിടെ എല്ലാ മതങ്ങളുടെയും പ്രതിനിധികൾ വന്നിരുന്ന് സംസാരിക്കും.
ഇപ്പൊ നമ്മുടെ ഫൈസി എന്ന് പറയുന്ന അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ഭാരതീയ സംസ്കാരത്തെക്കുറിച്ചൊരു മുസ്ലിം ഇവിടെ സംസാരിച്ചു. ആ രീതിയിൽ ശരിക്കുമുള്ള ഒരു സമ്പർക്കം, ഒരു ഇൻട്രാക്ഷൻ നമുക്കിവിടെ ഒരു ദിവസത്തെ സമ്മേളനം കൊണ്ടോ അല്ലെങ്കിൽ 3 ദിവസത്തെ സമ്മേളനം കൊണ്ടോ നമ്മുടെ മനസ്സിനെ സംസ്കരിച്ചെടുക്കാൻ പറ്റൂ. ഞാൻ എൻ്റെ ഒരു എളിയ അഭിപ്രായം പറയുകയാണ്. ഞാൻ സ്വാമിജിയോട് അത് പങ്കുവച്ചിരുന്നു. ഈ സർവമത സമ്മേളനത്തോടനുബന്ധിച്ച് അന്ന് സർവമത സമ്മേളനം 100 വർഷം മുമ്പ്, അല്ല 99 വർഷം മുമ്പ് ശ്രീനാരായണ ഗുരുദേവൻ സർവമതങ്ങളെക്കുറിച്ചും അവരവരുടെ ആചാര്യന്മാരിവിടെ വന്ന് പറഞ്ഞത് കേട്ടുകൊണ്ടിരുന്ന അവസാനം പറഞ്ഞത് എല്ലാ മതങ്ങളെക്കുറിച്ചും പഠിപ്പിക്കുന്ന ഒരു സർവമത പാഠശാല ശിവഗിരിയിൽ തുടങ്ങണം എന്നാണ്. അതിന് 5 ലക്ഷം രൂപ, അന്നത്തെ 5 ലക്ഷം രൂപ ചെലവ് വരും എന്നും പറഞ്ഞുകൊണ്ടാണ് ഗുരു അന്നത്തെ സർവമത സമ്മേളനത്തിന് സമാപനം കുറിച്ചത്. അത് ശിവഗിരിയിൽ തുടങ്ങി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് തുടങ്ങിയതെങ്കിലും അവിടെ അത് ബ്രഹ്മവിദ്യാലയമായിട്ട് മാറി. സന്യാസിമാരെ പരിശീലിപ്പിച്ചെടുക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറി. ഞാൻ ഒരു എളിയ അഭിപ്രായം പറയട്ടെ. നമുക്ക് ഈ 100-ാം വർഷത്തോടനുബന്ധിച്ച് അദ്വൈത ആശ്രമമാണിത്. ഇവിടെ ഒരു പ്രതിഷ്ഠയില്ല, ഈ മനോഹരമായ ആലുവ പുഴയുടെ തീരത്ത് അദ്വൈതത്തിന്റെ പുണ്യഭൂമി. തൊട്ടപ്പുറത്ത് കാലടിയിൽ ശങ്കരൻ ജനിച്ച, ശങ്കരനാണല്ലോ അദ്വൈതത്തിന്റെ ആചാര്യനായിട്ട് ചരിത്രം കൊട്ടിഘോഷിക്കുന്നത്. ആ ശങ്കരാചാര്യ ജനിച്ച കാലടിയിൽ അതിന് സമീപത്തുകൂടി ഒഴുകുന്ന ഈ ആലുവ പുഴയുടെ പെരിയാറിന്റെ തീരത്ത് ഗുരു ഇവിടെ സ്ഥാപിച്ചത് ഒരു ക്ഷേത്രമൊന്നുമല്ല, അദ്വൈത ആശ്രമം. ശാരദാ മഠത്തിന് ശേഷം അദ്വൈത ആശ്രമം. അരീപ്പുറം ക്ഷേത്രം, ശാരദാ മഠം, അദ്വൈത ആശ്രമം. ഒരു മനുഷ്യന്റെ വളർച്ചയത്. ശിവനിൽ തുടങ്ങി ശാരദ എന്ന് പറയുമ്പോൾ വെറുതെ സരസ്വതി ഒന്നുമല്ല, എല്ലാവരും പറയുന്ന മാതിരി. അത് ആത്മദർശനത്തിന്റെ, അറിവിന്റെ, ആത്മജ്ഞാനത്തിന്റെ അതിദേവതയാണ് ശാരദ. ശാരം ദദാദീതി ശാരദ. ആ ശാരദയെ സ്ഥാപിച്ച് ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയ മനുഷ്യൻ പിന്നെ എവിടെ എത്തും? അദ്വൈതത്തിലെത്തും. ആ അദ്വൈത ഭൂമിയായിട്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ ഈ ആശ്രമത്തെ കണ്ടത്. അപ്പൊ ഇവിടെ വെച്ച് എല്ലാ മതങ്ങളുടെയും ഗുരു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സർവമത ഗ്രന്ഥങ്ങളും ശേഖരിച്ച് വെച്ച് പഠിപ്പിക്കണം. ക്ഷേത്രത്തോടനുബന്ധിച്ചാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഒരു ക്ഷേത്രത്തിനോടനുബന്ധിച്ചും സർവമത ഗ്രന്ഥങ്ങൾ ശേഖരിച്ച് വെച്ച് പഠിപ്പിക്കുന്നില്ല. നേരത്തെ പ്രബോധാനന്ദ സ്വാമി വളരെ എന്താ പറയുക, ഹൃദയസ്പർശിയായ ഒരു പോയിന്റ് ഇവിടെ കാണിച്ചു. ബലിക്കല്ലുകൾ സ്ഥാപിക്കാനപ്പോൾ തുടങ്ങുന്നത്. സർവമത ഗ്രന്ഥങ്ങൾ ശേഖരിച്ച് വെച്ച് പഠിപ്പിക്കുന്ന ഒരു ക്ഷേത്രവും ഇന്ന് കേരളത്തിലുള്ളതായിട്ട് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ സ്വാമിജിയോട് പറഞ്ഞ അഭ്യർത്ഥന, ഒരു അപേക്ഷ ഇതാണ്: ഇവിടെ ഒരു വലിയ ലൈബ്രറി സ്ഥാപിക്കണം. സർവമത ഗ്രന്ഥങ്ങളും അവിടെ ശേഖരിക്കണം. ഇവിടെ മാസത്തിൽ 1-2 തവണ ഓരോ മതത്തെക്കുറിച്ചും ഇവിടെ ക്ലാസ് എടുക്കണം. അതിൻ്റെ ആചാര്യന്മാര്, ഇപ്പൊ ഏത് മതത്തിന്റെ ആയാലും, ക്രിസ്തീയ ആചാര്യന്മാരായാലും, ഇസ്ലാം മതത്തിന്റെ ആചാര്യന്മാരായാലും, ഹിന്ദു മതത്തിന്റെ ആചാര്യന്മാരും, ഇനി ആരെല്ലാം നമുക്ക് കിട്ടുമോ അവരിവിടെ വന്ന് ക്ലാസ് എടുക്കണം. ജാതി മത ഭേദമെന്നെ ഇവിടെ വന്നിരുന്ന് നമ്മളത് ശ്രവിക്കണം. അങ്ങനെ പല മതസാരവും ഏകം എന്ന് ഗുരു പറഞ്ഞത് ഉൾക്കൊള്ളാനും ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഇടുങ്ങിയ മനസ്സിന്റെ മതിലുകൾ പൊളിച്ചു കടഞ്ഞ് വിശാലമായൊരു ആകാശമാക്കി നമ്മുടെ മനസ്സിനെ മാറ്റാനും നമുക്ക് സാധിക്കണം. സർവമത സമ്മേളനത്തിന്റെ 100-ാം വർഷം ആഘോഷിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം ഇതാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്.